നമസ്കാരം. ഒരു കണക്കിന് ഐഷ പോറ്റി ഒഴിഞ്ഞു പോയത് പാർട്ടിയെയും സംഘടനയെ സംബന്ധിക്കുന്നിടത്തോളം ഗുണമുള്ള കാര്യമാണ്. ഇതിനകത്ത് നിന്ന് കരിങ്കാലി പ്രവർത്തനം ചെയ്യില്ലല്ലോ. അതായത് ഈ സ്ഥാനമാനങ്ങൾ കിട്ടാതെ അസംതൃപ്തയായിട്ട് ഇതിനകത്ത് നിന്നുകൊണ്ട് കാലുവാരുന്നതിനേക്കാൾ അന്തസ്സാണ് അപ്പുറത്ത് പോയി അധികാരം നേടുക എന്നുള്ളത്. പോട്ടെ പോട്ടെ, നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം ഗുണമുള്ള കാര്യമാണ്. കാര്യം പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വ്യക്തിയിലേക്ക് എല്ലാ കാലത്തും അധികാരം കൊടുക്കാൻ പറ്റില്ല. അതിന് ഈ പാർട്ടിയുടെ പേര് കോൺഗ്രസ് അല്ല. ഉമ്മൻചാണ്ടി 50 വർഷം, അല്ലെങ്കിൽ വി ഡി സതീശൻ 6 ടേൺ 30 വർഷം, രമേശ് ചെന്നിത്തല തുടങ്ങി കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ തോക്കണം, അല്ലെങ്കിൽ ആ കസേരയിലിരുന്ന് അന്തരിക്കണം. അതാണ് അധികാരം. ഐഷ പോറ്റിയും അതേ മനോഭാവത്തിലുള്ളതാണ്. ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി, 3 തവണ MLA ആക്കി. ഈ പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധിയാണ് പാർട്ടി അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാര പദവികൾ. ഇതൊന്നും കിട്ടാത്ത അനേക ആയിരങ്ങളുണ്ട്. 50 വർഷം ഉമ്മൻചാണ്ടിയെ പോലൊരാൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത് എന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. നിങ്ങൾ കുറച്ചെങ്കിലും ജനാധിപത്യ ബോധമുള്ളവരാണെങ്കിൽ ചിന്തിച്ചു നോക്കൂ. എത്ര പേരുടെ അവസരമാണ് ഉമ്മൻചാണ്ടി തുലച്ചത്? വി ഡി സതീശൻ തുലച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു അധികാര പദവിയിലെത്തിയാൽ അതെൻ്റെ കുടുംബ സ്വത്തായി മാറുന്നത് എങ്ങനെയാണ്? അത് ഈ പ്രസ്ഥാനത്തിൽ നടക്കില്ല. ഐഷ പോറ്റിയുടെ ഒരു പ്രതികരണം കൂടി നിങ്ങളെ കേൾപ്പിക്കാം. ഞാനൊരു 2 വർഷമായിട്ട് ഇടതുപക്ഷത്തിൽ ഇല്ലല്ലോ. ഞാൻ 2023 മാർച്ചിന് ശേഷം ഇടതുപക്ഷത്തിൽ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു എന്നെ ഒഴിവാക്കാൻ. എന്താന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് ക്ഷമയ്ക്കൊരു പരിധിയില്ലേ. കേട്ടല്ലോ, എന്തുകൊണ്ടാണ് അവർ അസംതൃപ്തരായി എന്ന് പറഞ്ഞാൽ 2022 തന്നെ RSSന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. അതുകൊണ്ടാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത്. അതിനുശേഷം ഈ സംഘടനയിൽ നിന്നുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ ആരായിരുന്നാലും സ്വാഭാവികമായിട്ട് അരികുവൽക്കരിക്കപ്പെടും. അതേ നടന്നിട്ടുള്ളൂ. പിന്നെ RSSന്റെ ശാഖയിൽ പോയിട്ടുണ്ടെന്ന് കേട്ടാൽ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം അധിക ക്വാളിഫിക്കേഷനാണ്. നമ്മളിൽ നിന്ന് എത്തേണ്ടടത്തേക്ക് അവരെത്തും. അതുകൊണ്ട് ഞങ്ങൾ പാലം പണിത് കയറ്റി എന്നേ ഉള്ളൂ. ഇനി വരും കാലങ്ങളിൽ എവിടെയാണ് എത്താൻ പോകുന്നത് എന്ന് അബ്ദുള്ള കുട്ടിയെ നിങ്ങൾ നോക്കിയാൽ അതിനൊരു ഉത്തരം കിട്ടും. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം മനോഭാവക്കാരുണ്ടെങ്കിൽ കൂടൊഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമില്ല. മുതിർന്ന നേതാവാണ്, മുൻപ് അധികാര പരിധിയിൽ ഇരുന്നതാണ്, വീണ്ടും എനിക്ക് അധികാരം വേണം എന്ന മനോഭാവമുണ്ടെങ്കിൽ ഇനി എത്ര വലിയ ഉന്നതനാണെങ്കിലും ആ വ്യക്തികളൊക്കെ പടിക്ക് പുറത്ത് പോകുന്നതാണ്. ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പ്രസ്ഥാനത്തെ മാധ്യമങ്ങളിലൂടെ ഇകഴ്ത്തിക്കൊണ്ട് സ്വന്തം പേര് വലുതാക്കാനൊക്കെ ശ്രമിക്കുന്ന ചിലരുണ്ട് ഇപ്പോഴും. അതുപോലുള്ള ഏത് ഐഷ പോറ്റിമാരുണ്ടോ അവർക്കെല്ലാം ഈ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു പോയി നിന്ന്, അല്ലെങ്കിൽ അടുത്തടുത്ത് നിങ്ങളുടെ ഭാവി നോക്കി പോകുന്നതാണ് അന്തസ്. കാര്യം ഒരു ഇടത് ആശയം, ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് 2 ടേം വ്യവസ്ഥ കൃത്യമായി നടപ്പിലാക്കിയ ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം. അതിൽ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് എക്സെപ്ഷൻ ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മുതിർന്ന നേതാക്കന്മാരെ വരെ കഴിഞ്ഞ തവണ മാറ്റി നിർത്തി. അതിൽ തോമസ് ഐസക് ഉൾപ്പെടുന്നുണ്ട്, ജി സുധാകരൻ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ പല പ്രമുഖർക്കും 2 ടേം വ്യവസ്ഥയിൽ മാറി നിൽക്കുകയും പുതിയ മുഖങ്ങൾക്ക് അവസരം കൊടുക്കുകയും ചെയ്തു. കോൺഗ്രസിനകത്ത് പറവൂരിൽ ഇനി മറ്റൊരാൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുമോ? ഇല്ല. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി 7ാം തവണയും 7 തവണ പറവൂരിൽ മത്സരിച്ചപ്പോൾ എത്ര പേര്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കോൺഗ്രസിന്റെ എത്ര അർഹരായിട്ടുള്ളവർ അവിടെ നിന്ന് ഒരു തവണയെങ്കിലും MLA ആകാൻ അവസരമുണ്ടായിരുന്നു. സതീശൻ അനുവദിക്കുമോ? ചത്താലും ഞാൻ ആ കസേരയിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നാൽ, അല്ലെങ്കിൽ UDF തോൽക്കുകയാണെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയുമ്പോൾ MLA സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചുകൊണ്ട് വനവാസത്തിന് പോകുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതൊക്കെ ഒരുതരം ഡയലോഗ് അടി എന്നതിനപ്പുറം ഒരു ചുക്കുമില്ല. ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, KC ജോസഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏത് നേതാക്കന്മാരായിക്കോട്ടെ, അധികാരം കൊടുക്കാത്ത സന്ദർഭങ്ങളിലെല്ലാം പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേ മനോനില ഐഷ പോറ്റിക്കുണ്ടെങ്കിൽ അവർ ഇതിൽ നിന്ന് പുറത്തു പോകേണ്ടവർ തന്നെയാണ്. അവരുടെ അധികാര ഇച്ഛ എല്ലാ കാലത്തും നടപ്പിലാകാൻ പോകുന്നില്ല. എനിക്ക് പൊതുവേദിയിൽ എല്ലാ കാലത്തും ഇടം തന്നോളണമെന്ന മനോഭാവമുണ്ടെങ്കിൽ അതൊന്നും വച്ച് നടപ്പാക്കുന്ന പാർട്ടിയല്ല ഇടതുപക്ഷമെന്ന് ഐഷ പോറ്റിമാർ മനസ്സിലാക്കുന്നത് ഉചിതമാണ്. അതുകൊണ്ട് പുതിയിടത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ കൊട്ടാരക്കര സീറ്റ് കിട്ടാൻ പോവുകയാണ്. കൊട്ടാരക്കരയിൽ നിങ്ങൾ മത്സരിക്കണമെന്നേ. സതീശൻ കടലിൽ കിടക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം കോരി എടുത്തതിന് ശേഷം ആ ബക്കറ്റിൽ കടലിൽ കിടക്കും പോലെ ഇപ്പൊ തിരയടിച്ച് കയറുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢികളുടെ സ്വർഗലോകത്തിലെന്നല്ലാതെ മറ്റൊരു വാചകവും ഐഷ പോറ്റി എന്ന ഒരു വ്യക്തിയെ കൊണ്ടുപോയതിലൂടെ നേടിയെടുക്കാൻ പോകുന്നില്ല എന്ന് ഇപ്പൊ തന്നെ സാക്ഷ്യപ്പെടുത്തി തരാം.